ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നല്ല മഴയുണ്ട് പുറത്ത്, കണ്ട നല്ല മഴയാണ്. കയ്യിനിപ്പോൾ തന്നെ മൊബൈൽ തന്നെയാണ് നമുക്ക് നല്ല മഴ. ഇന്നലെ തുടങ്ങിയ മഴയാണ്. ഇന്നലെ പറഞ്ഞ വെള്ളപ്പൊക്കമൊക്കെ തിരുവനന്തപുരത്ത് വന്നിട്ട് പൊന്നെ നല്ല കാലാവസ്ഥ മാറിയിട്ടുണ്ട്. ഇവിടൊക്കെ വെള്ളം. എൻ്റെ പൊന്നു ഗൈസ്, ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഇനി മനസ്സിലാവണില്ല. മാർച്ച് മാസത്തിന്റെ പൊന്ന് തുള്ളി മഴ പെയ്തിട്ടില്ല. ഇത് മാറാലേറി നോക്കി. എന്റെ പറമ്പ് പണ്ട് ഇങ്ങനെ മരുന്നില്ലാട്ട കേസ്, ഇങ്ങനെ മരുന്നില്ല. ഇതൊക്കെ കാടുപിടിച്ച് കിടപ്പാണ്. അവിടെ ഒരു കശുവണ്ടീനെ ഉണ്ടായിരുന്നു, അതെല്ലാം വെട്ടി കളഞ്ഞു. അപ്പൊ ഗൈസ്, ഞാനിപ്പോ കാണിക്കാൻ വന്നത് എന്തുട്ടാന്ന് നിങ്ങൾ വിചാരിക്കണ്ടായിരിക്കും, എന്നെ മീനാണ് കേട്ടോ ഗൈസ്. എന്നെ വേറൊരു മീനെ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മളെ തക്കടുണ്ടന്റെ ഡേമൈ ലൈഫില് ഒരു ബ്രാല്. ഇത് വേറൊരെണ്ണാണ്, ഗപ്പി. ദിസ് ഈസ് മൈ ഗപ്പി കുഞ്ഞുങ്ങൾ. ഇവിടെ കാണില്ലല്ലോ ഗപ്പിനെ, അതേ കാണുന്നുണ്ട്. കണ്ട ഗപ്പി, ഇതൊക്കെയാണ് എൻ്റെ ഗപ്പി കുഞ്ഞുങ്ങള്. ഗപ്പി കുഞ്ഞുങ്ങള് പ്രസവിച്ചു. അങ്ങനെ ഗോൾഡൻ വാലൊക്കെ കിട്ടി എനിക്ക്. ഗോൾഡ് കണ്ടോ, 2 ഗോൾഡൻ വാലുണ്ട്. 2 ഗോൾഡ് വാല് കണ്ട. ഇതൊരെണ്ണ ഗോൾഡൻ വാല്. ഈ സൈഡിലേക്ക് ഒരു മീൻ പോലും വരുന്നില്ല. പോപ്പോ ഇവിടേക്കോ. ഇവിടെ ഇത് കുറെ മീനുണ്ട്, കാണാൻ പറ്റില്ലാത്തതാണ് ക്യാമറയില്. അപ്പൊ ഗൈസ്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർക്കെല്ലാം ഇത് കുറെ വളർന്നിട്ട് ഞാൻ വിൽക്കുകയും ചെയ്യും, വെക്കേഷനും പിന്നെ ഹോളിഡേയ്സിലൊക്കെ. അപ്പൊ അങ്ങനെ അതിന് വേണ്ടിയാണ് ഞാൻ വളർത്തണത്. ഒരെണ്ണത്തിന് 10 രൂപ വെച്ചിട്ടാണ് ഞാൻ വിൽക്കണത്. എൻ്റെ വീടിൻ്റെ അടുത്ത് ആ വീട്ടിലൊക്കെ ഞാൻ വിൽക്കും. അവിടത്തൊക്കെ വേഗം അവിടെ വീട്ടിലെല്ലാം ഞാൻ വിൽക്കും. അപ്പം എനിക്ക് നല്ല ലാഭം ഉണ്ടാവും. ഞാൻ ഈ മീനെ വാങ്ങിച്ചാണ് എൻ്റെ കൂട്ടുകാരൻ്റെ നിന്ന്. അപ്പം എൻ്റെ പപ്പയുടെ വീടിൻ്റെ അടുത്തുള്ളത്. അപ്പം അവിടുന്ന് 10 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചത്. പിന്നെ അവൻ എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ട് തന്നു. എന്താണെന്നറിയോ, ഫസ്റ്റ് തവണ എനിക്ക് തന്നത് പ്രസവിച്ചില്ല. അവൻ അപ്പം തന്നെ പ്രസവിക്കുന്നൊക്കെ പറഞ്ഞ് പൈസ വാങ്ങിച്ചിട്ട് ഞാൻ ഇത് കൊണ്ടിട്ട് കുറേ 3 ആഴ്ച കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഒട്ടിക്കണേ. അപ്പം ഞാൻ പറഞ്ഞു, നീ എന്ത് പരിപാടിയാണ് മനസ്സിലായി, അത് കാരണം കുറച്ച് എണ്ണത്തിന് ഫ്രീക്ക് തരാൻ പറഞ്ഞ് ഫ്രീക്ക് വാങ്ങിച്ച്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായേ കുറച്ചും കൂടി വേണം, എന്നാലേ പ്രസവിക്കൂ, മനസ്സിലായി. അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടപ്പോൾ തന്നെ കുറേ കുഞ്ഞുങ്ങൾ പ്രസവിച്ച് ഇതേമാതിരി ഉണ്ടായി. ഇതൊക്കെ പീര ഞാനിപ്പോൾ കൈയിട്ട് ഇത് നിങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് കുഞ്ഞിനെ. പക്ഷെ കുറേ നേരം ഒന്നും കൈയിടാൻ പാടില്ല. കണ്ട. അപ്പം ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടിയും പറയാം. ഗപ്പിനെ വളർത്തണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഭംഗിക്ക് വെക്കാനാണെങ്കിൽ അക്വേറിയത്തിൽ ഇടാം, അല്ലെങ്കിൽ പുറത്തല്ലെങ്കിൽ നമ്മളെ പുറത്ത് ടെറസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ വല്ല വർക്ക് ഏരിയയിൽ അങ്ങനെ വെയിലത്ത് അതിന് ഒരു വാർം പ്ലേസ്, എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു തണുപ്പെന്ന് പറഞ്ഞാൽ തണുപ്പ്, ചൂടെന്ന് പറഞ്ഞാൽ ചൂട്, അങ്ങനെ ഒരു സ്ഥലത്ത് ഉണ്ടാക്കണം. ഞാൻ അങ്ങനെയാണ് വെച്ചേക്കണേ. ഇതാണെങ്കിൽ ഇപ്പം മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടും കിട്ടും, ഇപ്പം തണുപ്പും കിട്ടും, അങ്ങനത്തെ ഒരു ഇതാണ്. അങ്ങനെ ഞാനൊരു ടെറസല്ല, തുണി ഇടുന്ന സ്ഥലത്താണ് ഞാൻ ഇത് വെച്ചേക്കണേ. നമ്മൾ തുണി എല്ലാം അലക്കിയിട്ട് എടുത്ത് വെക്കൂലേ, ഇങ്ങനെ തൂക്കി അഴയമ്മലിടാൻ വേണ്ടി. അങ്ങനെയാണ് അവിടെയാണ് എടുത്ത് വെച്ചേക്കണേ ഞാൻ. അതേമാതിരി സ്ഥലത്ത് വയ്ക്കാം. നിങ്ങൾ ഫാം ചെയ്യാനാണെങ്കിൽ ഭംഗിക്ക് വയ്ക്കുകയാണെങ്കിൽ ഒരു സ്റ്റീലല്ല, ചില്ലിൻ്റെ അക്വേറിയം വാങ്ങിക്കണം. നിങ്ങൾ അക്വേറിയം വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിലിടണം. അങ്ങനെയാണ്. ഇവിടേക്ക് മഴ വരുന്നുണ്ടല്ലോ.
അയാൾക്കാ മരം കിടന്ന ആളൊക്കെ അക്യൂറത്തിലിടാൻ വേണമെങ്കിൽ. പിന്നെ ഗപ്പീൻ്റെ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഗപ്പീൻ്റെ ഫുഡ് അക്യൂറി കടയിലും കിട്ടും. പിന്നെ ചെറിയ ചെറിയ പാറ്റകളാണ് അതിൻ്റെ ഫുഡ്. നമുക്കാണെങ്കിൽ അതൊന്നും കിട്ടാത്ത കാരണം നമ്മ ഗപ്പീൻ്റെ ഫുഡെന്ന് ചോദിച്ചാൽ മതി കടയിലൊക്കെ. ഞാനിപ്പോൾ ഗപ്പീൻ്റെ ഫുഡെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഇത്. ഇതാണ് ഫുഡ് അതിൻ്റെ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും എന്നെ ഫോളോ ചെയ്യാം. ഈ ചാനലിൻ്റെ പേര് തന്നെയായിരിക്കും. അപ്പോൾ ബൈ.